ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ ഇന്ന് പാകിസ്ഥാനും ഇന്ത്യയും സന്ദർശിക്കുന്നുണ്ട്. അബ്ബാസ് അറാഗ്ചി എന്നാണ് ഇറാന്റെ ഫോറിൻ മിനിസ്റ്ററുടെ പേര്. പാകിസ്ഥാൻ ഇയാൾ സന്ദർശിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വിസിറ്റിന് പോവുകയാണെന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളതെങ്കിലും ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള പ്രശ്നങ്ങൾ മീഡിയേറ്റ് ചെയ്യാനാണ് ഇവർ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള പ്രശ്നങ്ങൾ മീഡിയേറ്റ് ചെയ്യാനായി മുൻകൈ എടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇവിടെ നിൽക്കട്ടെ. ഇതിനു മുമ്പ് ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖത്തിൽ ഒരു വമ്പൻ സ്ഫോടനം നടന്നിരുന്നു. നമുക്കറിയാലോ, 800 പേർക്ക് പരിക്കേൽക്കുകയും 18 പേർ മരിക്കുകയും ചെയ്തു എന്നാണ് ഔദ്യോഗികമായിട്ട് നമുക്ക് കിട്ടിയ വിവരം എന്ന് പറയുന്നത്. അതിനുശേഷം ഇസ്രായേലിൽ ജെറുസലേമിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടായി. അവിടുത്തെ വനത്തിന് തീപിടുത്തം ഉണ്ടായതല്ല, തീ ഇട്ടതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. കഴിഞ്ഞ ദിവസം ഇറാനിലുണ്ടായ ഒരു സ്ഫോടന പരമ്പരയുണ്ട് വിചേട്ടാ. വലിയൊരു സ്ഫോടന പരമ്പരയാണ് ഉണ്ടായത്. അതായത് ഒരു സ്ഫോടനവും 2 തീപിടുത്തവും ഒരു ഭൂമികുലുക്കവുമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള ഭൂമികുലുക്കം പോട്ടെ, ഈ 2 തീപിടുത്തവും ഒരു സ്ഫോടനത്തിന്റെയും പിന്നിലുള്ള കാരണങ്ങൾ അജ്ഞാതമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടെഹ്റാന്റെ പടിഞ്ഞാറുള്ള അൽബോഴ്സ് പ്രവിശ്യയിൽ ശനിയാഴ്ച വൈകുന്നേരം നിരവധി സംഭവങ്ങൾ അരങ്ങേറി എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ പലതും IRANINTL.com അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നസാറാബാദ് നഗരത്തിൽ ഒരു കാർഡ്ബോർഡ് നിർമ്മാണ ഫാക്ടറിയിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടായി എന്നുള്ളത് ആദ്യത്തെ കാര്യം. ഏതാണ്ട് അതേ സമയത്ത് തന്നെ ഈ 3 സംഭവം ഉണ്ടായത് ഒരു സമയത്താണെന്ന് ആലോചിച്ചു. അതായത് ഒരു സമയത്ത് 3 സ്ഥലങ്ങളിൽ ഒരുപോലെ സ്ഫോടനവും തീപിടുത്തവും. അതേ സമയത്ത് ഹാർവിഡ് നഗരത്തിലെ മൊണ്ടാസർ ഖേം പവർ പ്ലാന്റിന് സമീപം മറ്റൊരു തീപിടുത്തം റിപ്പോർട്ട് ചെയ്തു. അതേസമയം കറാജിലെ ഇവരുടെ ഒരു പവർ പ്ലാന്റ് സ്ഫോടനത്തിൽ തകർന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കറാജിലെ ഈ പവർ പ്ലാന്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഈ ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നതും ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നതും ഇസ്രായേലിന് ഇഷ്ടമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. ഇസ്രായേലിന് ഇഷ്ടമല്ലെങ്കിൽ പോലും അമേരിക്ക ഇപ്പോൾ ചെറുതായിട്ട് ഒരു അയവ് അതിൽ വരുത്തിയിട്ടുണ്ട്. കാരണം ട്രംപ് പറയുന്നത് നമുക്കത് നോക്കാം എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ഈ കറാജിലെ പവർ പ്ലാന്റ് പൊട്ടിത്തെറിക്ക് പിന്നാലെ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ ഈ പവർ പ്ലാന്റിൽ നിന്നാണ് ഈ അറ്റോമിക് റിസർച്ച് സെന്ററുകളിലേക്കുള്ള സകലമാന പവറും പോകുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ആ പവർ പ്ലാന്റ് ആണ് ഇപ്പൊ തകർന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ പിന്നിൽ അജ്ഞാതനാണെന്ന് പറയുമ്പോഴും ഇതിന്റെ പിന്നിൽ ഇസ്രായേലിന്റെ കൈകളുണ്ടോ എന്നുള്ളൊരു ഭയം ഇറാന് ഉണ്ട്. നിലവിൽ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ ബന്ദർ അബ്ബാസ് തുറമുഖം പാകിസ്ഥാന്റെ ഒരു നേവൽ ബേസ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് തകർത്ത് കളഞ്ഞു അജ്ഞാതൻ. ഇന്ത്യ ആണെന്നൊന്നും അവർ പറയുന്നില്ല, ഇസ്രായേൽ ആണെന്നും പറയുന്നില്ല. അത് തകർന്നു, അത് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുക, അത് അങ്ങോട്ട് പൊക്കോട്ടെ. പക്ഷെ ഇത് പാകിസ്ഥാന്റെ ഒരു നേവൽ ബേസ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് തകർത്ത് കളഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ ഇറാൻ പാകിസ്ഥാന്റെ കൂടെയാണ് എന്നുള്ള ഒരു കിംവദന്തിയും ഇപ്പോൾ പടരുന്നുണ്ട്. അപ്പോൾ ഇറാൻ പാകിസ്ഥാന്റെ കൂടെയാണെന്ന കിംവദന്തി പടരുമ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനും പാകിസ്ഥാൻ ബോർഡറിനകത്ത് കയറി ഒരു വലിയ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് ഇറാൻ. ആ അറ്റാക്കിൽ 100 തീവ്രവാദികളെ ഇവർ പിടിക്കുകയും 120 തീവ്രവാദികളെ ഇവർ കൊന്നുകളയുകയും ചെയ്തു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇറാനിയൻ മാധ്യമങ്ങളടക്കം അത് പറയുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് ഇറാനും കയറി അടിച്ചു. മാസീവ് ഓപ്പറേഷൻ ഇറാനിയൻ ഫോഴ്സസ് ഹാവ് ന്യൂട്രലൈസ്ഡ് 100 ടെററിസ്റ്റ് ആൻഡ് അറസ്റ്റഡ് 120 along the ഇറാൻ പാകിസ്ഥാൻ ബോർഡർ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാനിലേക്ക് ഇറാൻ തീവ്രവാദികൾക്ക് നേരെ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോ ഇറാൻ ഇപ്പോൾ മധ്യസ്ഥത വഹിക്കാൻ ഇന്ത്യയിലേക്ക് വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടായാൽ ആ സംഘർഷത്തിനിടയിൽ കൂടെ ഇസ്രായേൽ ഇറാനെ പണിയാൻ തുനിയുമോ എന്നുള്ളൊരു ഭയമാണോ ഇവർക്ക് കാരണം? കാരണം നമുക്കറിയാം, ഈ വാഴ നനയുമ്പോൾ കൂട്ടത്തിൽ ചീരയും നനയുമെന്ന് നമ്മൾ പറയുമല്ലോ. അപ്പോൾ ഇസ്രായേൽ നമ്മുടെ കശ്മീരിൽ എത്തിയിട്ടുണ്ട്, മൊസാദിന്റെ 25 സംഘം എത്തിയിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ പറയുന്നു. ഇസ്രായേലിന്റെ മിലിറ്ററി പ്ലെയിനുകൾ ഇന്ത്യയിൽ പറന്നിറങ്ങി എന്ന് പറയുന്നു. അതൊക്കെ ഇറാനെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം അവരിങ്ങ് തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ഒരു രാജ്യത്തിന് ഇപ്പുറം ഇസ്രായേലിന്റെ പ്ലെയിനുകളും മൊസാദിന്റെ സംഘമൊക്കെ നിൽക്കുകയാണ് എന്നുള്ളൊരു ഭയം അവർക്കുണ്ട്. അപ്പൊ ഇന്ത്യ പാകിസ്ഥാനെ വളഞ്ഞൊരു അറ്റാക്ക് നടത്തുമ്പോൾ ഇസ്രായേൽ ഇറാനിലേക്ക് ഒരു അറ്റാക്ക് നടത്താൻ സാധ്യതയുണ്ട് എന്ന് ഭയന്നിട്ടാണോ നമ്മുടെ ഈ തിരിച്ചടി തടയാനായിട്ട് അവർ ശ്രമിക്കുന്നത്? എന്താ തോന്നുന്നത്? അല്ല, ഇവിടെ അവരുടെ ഈ ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വരുന്നത് പെട്ടെന്നൊരു തീരുമാനമല്ല, മാസങ്ങൾക്ക് മുമ്പേ എടുത്തൊരു തീരുമാനമാണ്. അതായത് ഈ പഹൽഗാം വരുന്നതിന് മുമ്പ് തന്നെ നമ്മളതൊക്കെ അത് വാർത്ത ചെയ്തിരുന്നതാണ്. അദ്ദേഹം ഈ ഊർജ മേഖലയിൽ കുറെ കരാറുകളൊക്കെ ഒപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വരുന്നത്. നേരത്തെ തന്നെ അത് ന്യൂഡൽഹിയൊക്കെ നേരത്തെ സ്ഥിരീകരിച്ചിരിക്കുന്നതാണ്.
പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിതമായ ഒരു വരവ് പാകിസ്ഥാനിലേക്കാണ്. അവിടെ നേരത്തെ തന്നെ ഫിക്സ് ചെയ്യാത്തൊരു സാധനമാണ്. ആ ഫിക്സ് ചെയ്യാത്തതിലേക്കാണ് അദ്ദേഹം അവിടെ പോകുന്നത്. അതാണ് ഒരു വലിയ വിഷയമായി മാറുന്നില്ല. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പാകിസ്ഥാനുമായിട്ട് ഇറാൻ അത്ര വലിയ നല്ല ബന്ധത്തിൽ അല്ലായിരുന്നു. കാരണം അവർ തമ്മിലൊരു യുദ്ധത്തിന്റെ, നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഒരു 3-4 മാസം മുമ്പ് അതിർത്തി കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചതും പാക് വിമാനങ്ങൾ അതിർത്തി കടന്നു പോയി മിസൈൽ ഇട്ടതും ഒക്കെ നമ്മൾ വലിയ വാർത്തയായിരുന്നു. അപ്പോൾ അതിനുശേഷമാണിത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ ഇസ്ലാമിക രാജ്യത്ത് നിന്ന് ആരും തന്നെ ഇത് ഒരു മുൻകൈ എടുക്കുന്നില്ല. അപ്പൊ ഞങ്ങളത് എടുക്കുന്നു എന്നൊരു പൈസ തീർക്കുന്നതിന് വേണ്ടിയിട്ടാകാം. അതല്ലെങ്കിൽ ഒരുപക്ഷെ പാകിസ്ഥാന്റെ ക്ഷണപ്രകാരം പോയതാകാനാണ് ഒരുപാട് സാധ്യതകൾ ഉള്ളത്. കാരണം ഇന്ത്യയിലേക്ക് പോകുന്നു. കാരണം ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഗൾഫ് കൺട്രീസുകൾ ഒന്നും തന്നെ ഇന്ത്യയോട് സംസാരിക്കാൻ തയ്യാറാകില്ല. കാരണം അവരെല്ലാം പരസ്യമായിട്ട് തീവ്രവാദത്തിനെതിരെ നിലപാടെടുത്തിരിക്കുന്ന രാജ്യമാണ്. UAE-യും സൗദി അടക്കമുള്ള രാജ്യം. സൗദി പറയുന്നുണ്ട് ഞങ്ങൾ ഇതിനകത്ത് ഇടപെടൽ വെക്കാന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇവരെല്ലാം പരസ്യമായിട്ട് അങ്ങനെ എടുത്തിരിക്കുന്ന നിലപാടാണ്. അപ്പൊ അവരാരും ഇന്ത്യയോട് വന്നിട്ട് നിങ്ങൾ യുദ്ധത്തിന് പോകരുത് എന്ന് അവരാരും പറയാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പൊ പാകിസ്ഥാൻ അല്ല, ഇന്ത്യയാണ് അവർക്ക് വേണ്ടത്. കാരണം അവരുടെ കച്ചവടങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ പോലൊരു രാജ്യം അവർക്ക് അനിവാര്യമാണ്. ഇപ്പൊ ഇവിടെ പിന്നെ ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധം, പരമ്പരാഗതമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഇറാനാണ്. അപ്പം ഇന്ത്യയുടെ സൗഹൃദ രാജ്യം അല്ലെങ്കിൽ സുഹൃത്ത് രാജ്യം എന്ന് പറയാവുന്ന ഇറാനാണ്. അപ്പൊ ഇറാൻ പോകുമ്പോൾ ഒരു മെസ്സേജ് പാകിസ്ഥാൻ ഇറാൻ കൈവശം കൊടുത്തു വിടുക, അതായത് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ അതൊരു അടിക്കരുത് എന്നുള്ള. കാരണം ഇന്നലെ ഈ പാകിസ്ഥാൻ റഷ്യയോട് ആവശ്യപ്പെട്ടിരുന്നു, ഇന്ത്യയോട് പറയണം യുദ്ധത്തിന് ഒരുങ്ങരുത്, തിരിച്ചടി നൽകരുത് എന്ന് പറഞ്ഞു. അവർ കിട്ടാവുന്ന വഴിയെല്ലാം മുട്ടിയിരിക്കുകയാണ്. പക്ഷെ അവർ അമേരിക്കയോട് മാത്രം അത് ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം അവർക്ക് നന്നായി അറിയാം അമേരിക്കയുടെ മറുപടി എന്താണ്. ഏതായാലും റഷ്യയും കൃത്യമായി തന്നെ മറുപടി കൊടുത്തു. അത് അവരുടെ കാര്യം, അത് അവരടിച്ച് ചെയ്തോളൂ എന്നാണ് പറയുന്നത്. അത് കൂടാതെ ഈ പാകിസ്ഥാനും കൂടെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു പ്രസ്താവന വ്ളാഡിമിർ പുടിൻ നടത്തുകയും ചെയ്തു. മെയ് 10 ലോകം വിടുങ്ങുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മെയ് 10 എന്ന് പറയുന്നത് മറ്റേ ഈ വിക്ടറി ഡേ ആയിട്ട് റഷ്യ ആഘോഷിക്കുന്നതാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കേണ്ട ഒരു ചടങ്ങായിരുന്നു. അദ്ദേഹം പോയില്ല. പിന്നീട് രാജ്നാഥ് സിംഗ് പോകുമെന്ന് പറഞ്ഞു. അദ്ദേഹം പോകുന്നില്ല. ഇപ്പോൾ ഈ ആഭ്യന്തര സഹമന്ത്രിയാണ് പോകുന്നത്. അപ്പം അന്ന് ലോകം കിടുങ്ങുന്ന ഒരു വാർത്ത കേൾക്കാം എന്നാണ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത്. അപ്പൊ ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, മെയ് 10 ഇന്ത്യ തിരിച്ചടിക്കുന്നത് എന്നൊരു ചോദ്യവും ഇതിനിടയിൽ ഉയരുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇനിയിപ്പോ ഇന്ത്യയോട്ട് സംസാരിക്കാൻ, കാരണം ചൈനയ്ക്ക് ഇന്ത്യയോട്ട് സംസാരിക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യയും ചൈനയും തമ്മിൽ അത്തരത്തിലൊരു ബന്ധമല്ല. മറ്റു രാജ്യങ്ങൾക്ക് ആർക്കും തന്നെ ഇന്ത്യയുമായി സംസാരിക്കാൻ കഴിയില്ല. പിന്നെ ഇന്ത്യയോട് സംസാരിക്കാൻ കഴിയുന്ന ഒരു രാജ്യം ഇസ്രായേലാണ്. ഏതായാലും പാകിസ്ഥാൻ അവിടെ പോയിട്ട് ഇസ്രായേലിനോട് പറയില്ലല്ലോ ഇടപെടാനായിട്ട്. പിന്നെ അവർക്ക് ഇടപെടാൻ, അവർക്ക് ഈ പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് കുറച്ചുകൂടി അടുപ്പമുള്ള രാജ്യം ഇറാനാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ആണ് വരുന്നത്. ഇപ്പോൾ കേൾക്കുന്ന വാർത്ത, ചില ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത, ഈ ഇറാനിയൻ മന്ത്രി വരുന്നത് വേറെ കാര്യങ്ങൾക്കാണ്. ആ വരുന്ന കൂട്ടത്തിൽ തന്നെ ഈ ഇപ്പോഴുള്ള സംഭവ വികാസങ്ങൾ ചർച്ചയാകും. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ തന്നെ ഒരു പക്ഷെ അദ്ദേഹം ഒരു പരസ്യ പ്രസ്താവന നടത്താൻ സാധ്യതയുണ്ട്. രണ്ട് രാജ്യങ്ങളും സമാധാനത്തിൽ പോകണം എന്ന് പറയുന്ന പരസ്യ പ്രസ്താവന നടത്തി അദ്ദേഹം തിരിച്ചു പോകാനുള്ള സാധ്യതകളാണ് നിൽക്കുന്നത്. കാരണം ഇറാനെ പോലെ രാജ്യമൊന്നും ഇതിനകത്ത് മധ്യസ്ഥത പറഞ്ഞ ഇന്ത്യ കേൾക്കും എന്ന് തോന്നുന്നില്ല. ഇറാനും നല്ല ഒരു രാജ്യം മറുപടി കൊടുത്തിട്ടുണ്ടല്ലോ, വി നീഡ് പാർട്ട്നേഴ്സ് നോട്ട് പ്രീച്ചേഴ്സ് എന്ന്. അതെ അതെ അതെ. അപ്പൊ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മുടെ ജയശങ്കർ നേരത്തെ. പക്ഷെ യൂറോപ്യൻ രാജ്യങ്ങൾക്കാണ് അവർ മുന്നറിയിപ്പ് കൊടുത്തത്. ആ യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. അല്ല, എനിക്കൊരു ഡൗട്ട് എന്താ അറിയോ ബിചേട്ടാ, നമ്മളെ പ്രീച്ച് ചെയ്യാൻ പറ്റുന്ന, അതായത് നിങ്ങൾ അടിക്കരുത് എന്ന് പറയാൻ പറ്റുന്ന രാജ്യങ്ങളെല്ലാം ലോകത്ത് കൊടൂര യുദ്ധങ്ങൾ നടത്തുന്ന രാജ്യങ്ങളാണ്. ഇറാൻ വരുന്നു, ഇവന്മാരും ഇസ്രായേലും തമ്മിൽ മുട്ടടിയാണ്. ഹൂതി വിമതരെ വെച്ചോട്ട് ഇന്നലെ മറ്റേ ബർഗിയോൺ എയർപോർട്ടിൽ ഒരു മിസൈൽ ഇട്ടതേ ഉള്ളൂ. ഇനി അതിന്റെ തിരിച്ചടി എന്താവുമെന്ന് ഭയന്നിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റ്. അവിടെ ഒരു അച്ചം പുച്ചമില്ലാതെ ആ എയർപോർട്ടിൽ മറ്റേ കനാൽ വരാൻ പോകുന്ന, ബർഗിയോൺ കനാൽ വരാൻ പോകുന്ന അവിടുത്തെ ഒരു എയർപോർട്ടിന് അവിടെ ഒരു മിസൈൽ കൊണ്ടിട്ടു. റഷ്യ മധ്യസ്ഥത വഹിക്കാൻ പറയുന്ന, റഷ്യ ആണെങ്കിൽ യുക്രൈനിൽ അച്ചം പുച്ചം ബോംബിട്ടുകൊണ്ടിരിക്കുക, സിവിലിയൻസിനെ ഒരു ദാക്ഷിണ്യം ഇല്ലാത്ത കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന രാജ്യമാണെന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ വെസ്റ്റ്, നമ്മുടെ യൂറോപ്പ്, അവന്മാരാണെങ്കിൽ ജർമ്മനി അടക്കമുള്ളവർ അവിടെയുള്ള ഒരു ലോങ് ടേം വാറിനെ, ഇപ്പൊ ഈ റഷ്യയെ തളയ്ക്കാനായിട്ട് ഒരു ലോങ് ടേം വാറിനെ അവർ കോപ്പ് കൂട്ടിക്കൊണ്ട് അവിടെയുള്ള സകല ടീനേജ് പിള്ളേരെ ഇപ്പം വിളിച്ച് മിലിറ്ററിയിൽ ജോയിൻ ചെയ്ത് പരിശീലനം കൊടുക്കാനായിട്ട് പോവുകയാണ്. അത് ഈ പോളണ്ട് ഏത് നിമിഷവും റഷ്യ പോളണ്ടിനെ ആക്രമിച്ചേക്കുക. അപ്പൊ ഇറങ്ങാനായിട്ട് ഇവന്മാരെല്ലാം നല്ല ടീമുകളാണ് നമ്മളെ ഒന്ന് ഉപദേശിക്കുന്നത്. ഇവർക്ക് അടിക്കാം, നമ്മൾ അടിക്കുമ്പോൾ മാത്രം എന്താണ് ഇവർക്ക് ഇത്രയ്ക്ക് വലിയ വിഷമം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, ജയശങ്കർ പറഞ്ഞതിന് വേറൊരു ആംഗിളാണ്. അതായത് ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് പാകിസ്ഥാൻ നേതാക്കളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കും. എന്തുകൊണ്ടാണ് ഈ പാകിസ്ഥാന്റെ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ നയതന്ത്ര വിദഗ്ധർ അത് കരുതുന്നത് ഈ ലോകത്തെ ഇടപിടിക്കാൻ വേണ്ടിയിട്ടാണിത്. കാരണം പാകിസ്ഥാൻ ഒരു ആണവ രാജ്യമാണല്ലോ.
ആണവായുധം പ്രയോഗിക്കുന്ന പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ലോകം ഇടപെടുമല്ലോ. അയ്യോ അങ്ങനെ ചെയ്യരുത്, നമുക്ക് അടി നിർത്തണം എന്ന് പറഞ്ഞ് ഇടപെടുമല്ലോ. അപ്പൊ പാകിസ്ഥാന് ആ ഒരു ബഹളം ഉണ്ടാക്കിക്കൊണ്ട് UN രക്ഷാ കൗൺസിൽ വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു നീക്കത്തിനായിരുന്നു. അപ്പൊ ഇന്ന് വിളിച്ചു ചേർക്കണമെന്നാണ് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത്. ഇന്ന് എന്തായാലും ചേരുമോ ഇല്ലെന്ന് അറിയില്ല. അപ്പൊ ഇതിന് യൂറോപ്യൻ കൺട്രീസിന്റെ നിലപാടുകൾ എന്താകുമെന്നുള്ളത് ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം. അവര് നേരത്തെ ധനുഷ് പറഞ്ഞത് കണക്ക് സമാധാനത്തിൽ പോകണം, അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം, ഒരു അക്രമത്തിൽ പോകരുത് എന്നൊക്കെ അവർ പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനൊരു മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് എസ് ജയശങ്കർ കൃത്യമായിട്ട് പറഞ്ഞത്, പ്രസംഗവും ഉപദേശവും ഒന്നും വേണ്ട, ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ഞങ്ങൾക്ക് ഒരു പാർട്ണറെയാണ്, നിൽക്കാൻ പറ്റുകയാണ് നിൽക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉപദേശത്തിനൊന്നും കാര്യമില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു ഡയലോഗുണ്ട്, സ്വന്തം രാജ്യത്ത് സംഭവ വികാസങ്ങൾ ആദ്യം നോക്കൂ, എന്നിട്ട് മറ്റുള്ളവരെ നിങ്ങൾ ഉപദേശിക്കാൻ വരൂ എന്നാണ് പറഞ്ഞത്. കൃത്യമാണത്. അതായത് ഇപ്പം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ യോഗം കൂടും നാളെയോ ഇന്ന് കൂടാൻ സാധ്യത കാണുന്നില്ല. ഇന്ന് കൂടണമെന്ന വയസ്സ് നമ്മള് നാളെ വല്ലതും കൂടി കഴിയുമ്പോൾ ഇതിനകത്തുള്ള പകുതി കൂടുതൽ രാജ്യങ്ങൾ ഇവരൊക്കെ ഈ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. നേരത്തെ ധനുഷ് പറഞ്ഞാൽ ഇത് പറയുകയും ചെയ്യും, അപ്പുറം ഇപ്പുറം മിസൈൽ ഇടുകയും ചെയ്യും. അങ്ങനത്തെ രാജ്യങ്ങളാണ് ഇവര്. അപ്പൊ അതുകൊണ്ടാണ് ജയശങ്കർ പറഞ്ഞത് കൂടെ നിൽക്കാമെങ്കിൽ നിൽക്കും, ഞങ്ങൾക്ക് വേണ്ടത് പാർട്ണറെയാണ്, അല്ലാതെ ഉപദേശകരെയും പ്രാസംഗികരെയും ഒന്നും അല്ല എന്നാണ് പറഞ്ഞത്. അത് കൃത്യമായി തന്നെ. ഇവിടെയാണ് ഇറാന്റെ ഒരു കടന്നത്. ഇറാൻ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ലെന്ന് ഇറാനും അറിയാം, ലോകത്തിനും അറിയാം. അപ്പം വരുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഒരു വഴിക്ക് വരികയാണ്, അദ്ദേഹം വേറെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്. ആ വരുന്ന കൂട്ടത്തിൽ ഈ പാകിസ്ഥാന്റെ വിഷയം കൂടി അവതരിപ്പിക്കും. ഇപ്പോൾ അദ്ദേഹം ഇറാൻ അത് ലോകത്തിന്റെ മുമ്പിൽ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ, ഞങ്ങൾ ഇതിൽ ഇടപെടുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ കൂടിയാണ് പാകിസ്ഥാനിൽ ഇറങ്ങിയിരിക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇറാന്റെ ഒരു മന്ത്രിയുടെ വരവ് ഒരു ആശ്വാസകരമായിരിക്കും. ഒരുപക്ഷെ പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലൊരു മെസ്സേജ് ഇന്ത്യക്ക് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ആ മന്ത്രി വഴി. കാരണം ഒരു വലിയ യുദ്ധം ഒഴിവാക്കാനായിട്ട് ഒരു പക്ഷേ അങ്ങനെയാണ്, ഒരുപക്ഷെ അങ്ങനെ സാധ്യത ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ അത് എത്രത്തോളം ഒക്കെ മുമ്പോട്ട് പോകുമെന്ന് അറിയില്ല. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ പോലും ഇറാന്റെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ഒന്നും വരുന്നതല്ല. പുടിൻ, ട്രംപ്, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു നെതന്യാഹു കണക്കുള്ള ഒരു വലിയ ഒരു ഇതുള്ള ഒരു ഗ്രൂപ്പിൽ അംഗമായിട്ടുള്ള ഒരു ഇന്ത്യ സ്വാഭാവികമായി ഇറാനെ കേൾക്കാനുള്ള സാധ്യതയുള്ളൂ. പിന്നെ നമുക്ക് ഇവരിപ്പോ വരുന്നതിന്റെ ഒരു കാരണമുണ്ട്. അത് നേരത്തെ തന്നെ ഇവർ പ്ലാൻ ചെയ്തിരുന്നില്ലെങ്കിൽ വരുന്നതിന് കാരണം ഈ ചബ്ബാർ തുറമുഖത്തിന്റെ പണി വേഗത്തിലാക്കണം എന്ന് ഇറാൻ കുറെ നാളുകളായിട്ട് ആവശ്യപ്പെടുന്നതാണ്. അത് അഫ്ഗാനിസ്ഥാനും ഇപ്പൊ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ആ ചബ്ബാർ തുറമുഖം വന്ന അഫ്ഗാനിസ്ഥാനും വലിയ ഗുണമാണ്. അപ്പൊ അഫ്ഗാനിസ്ഥാൻ പറയുന്നത് ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണ്, ഈ തുറമുഖത്തിന്റെ പണി പെട്ടെന്ന് തീർക്കണം. അപ്പൊ അതാണ് മെയിൻ വരുന്നതിന്റെ റീസൺ. ഒന്ന് അതാണ്. രണ്ടാമത്തെ ഈ ഊർജ പാചകവാതങ്ങൾ അടക്കമുള്ളതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കച്ചവടവും കാര്യങ്ങളും ഒക്കെ. കാരണം പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ ഇറാൻ നമുക്ക് തരുന്നുണ്ട്. അപ്പൊ അതിന്റെ അളവ് കൂട്ടിയെടുക്കാൻ ആ ഒരു ആവശ്യത്തിനാണ് പുള്ളി വരുന്നത്. വരുന്ന കൂട്ടത്തിൽ ഇതും കൂടെ ഒന്ന് സംസാരിച്ചിട്ട് പോകും. അതിനൊക്കെ അപ്പുറത്തേക്ക് അതൊന്നും സംഭവിക്കാൻ. പിന്നെ ധനുഷ് പറഞ്ഞ രണ്ടാമത്തെ പോയിന്റിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു സംഘർഷാവസ്ഥ ഇന്ത്യയും പാകിസ്ഥാനിൽ മാത്രം പുതുക്കി നിൽക്കുന്ന ഒന്നല്ല എന്നാണ് പലയിടത്തെ നീക്കങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഇസ്രായേൽ ഈ ഒരു അവസരത്തിൽ, അതായത് യുദ്ധം ഒരു വലിയ രീതിയിലുള്ള പൊട്ടി പുറപ്പെടുകയാണെങ്കിൽ ആ ഗ്യാപ്പിന് ഇറാനെ ഒരുപക്ഷെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ അമേരിക്കയ്ക്ക് നോക്കി ഇരിക്കാനും കഴിയില്ല. അങ്ങനെയെങ്കിൽ അതൊരു വലിയ യുദ്ധം ഈ പശ്ചിമേഷ്യയിലും കിഴക്കനേഷ്യയിലും ഒക്കെ അടക്കം പോകും. ഈ ഒരു ഗ്യാപ്പ് നോക്കിയിരിക്കുന്ന മറ്റൊരു രാജ്യം കൂടെ ഉണ്ട്, അത് ചൈനയാണ്. ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയിട്ട് വേണം തായ്വാനിൽ കയറി അടിക്കാനുള്ള രീതിയിലാണ്. കാരണം തായ്വാനെ വളഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി കിടക്കുന്നു. ഈ ഒരു ഗ്യാപ്പിൽ മറ്റൊരു ടീമൂടെ കാത്തിരിക്കുന്നുണ്ട്, ഉത്തര കൊറിയ ദക്ഷിണ കൊറിയയും ജപ്പാനെയും നോട്ടമിട്ട് തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഈ അടുത്തും പുള്ളി അതൊക്കെ ഒരു വലിയ മിസൈൽ കണ്ടുപിടിച്ചെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അത് വേറൊരു വഴിക്ക് നിൽക്കുന്നു. അങ്ങനെ യുദ്ധം കൊടുമ്പിരിയുള്ളതാണെങ്കിൽ ഇപ്പൊ കാണുന്ന പുട്ടിനെ ആയിരിക്കത്തില്ല പിന്നെ നമ്മൾ കാണുന്നത്. ഇപ്പൊ അവരവരുടെ മാരക ശേഷിയുള്ള ആയുധങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല, എല്ലാം കൂടെ വായു വലിച്ചിട്ടിട്ട് പോകും. അപ്പം മൊത്തത്തിൽ ഒന്ന് കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ വേണം നമ്മൾ അതിനെ കാണാൻ. അതായത് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം എന്നതിനേക്കാൾ അപ്പുറത്ത് ഇതിൽ പതിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഇസ്രായേൽ ഇറാൻ ഒന്ന്, രണ്ടാമത്തെ ഉത്തര കൊറിയ ദക്ഷിണ കൊറിയയുടെ രണ്ട്, റഷ്യ ഉക്രൈൻ വാർ ശക്തമായി മുമ്പോട്ട് പോകുന്ന മൂന്നാമത്തെ കാര്യം, ചൈന തായ്വാനെ അറ്റാക്ക് ചെയ്യാൻ ഏത് നിമിഷവും തയ്യാറെടുത്തിരിക്കുന്ന കാര്യം നാല്. ഇതിനിടയിൽ അല്ലറ ചില്ലറ ചില ആളുകളുണ്ട്, അതിലൊക്കെ ഒന്ന് ബംഗ്ലാദേശാണ്. അതിന്റെയൊക്കെ ഒരു അവസ്ഥ എന്താകുമെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ ഈ ഗ്യാപ്പ് നോക്കി അവിടെ 10 ബംഗ്ലാദേശ് ഭരണം പിടിക്കാനും മതി. ഏതായാലും ഈ യുദ്ധമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മൊത്തത്തിൽ നമ്മുടെ ജിയോ പൊളിറ്റിക്സ് ഒക്കെ ഒന്ന് മറിയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ ഇറാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പാകിസ്ഥാൻ അതിർത്തി കടന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് അടിക്കുന്നുണ്ടല്ലോ കേട്ടോ, എന്താ അതിന്റെ കാരണം? ഈ ടെററിസ്റ്റുകളെയൊക്കെ തീർക്കുന്നു. അല്ല ഇത് ഈ ഡൂറന്റ് ലൈനിൽ ചൊല്ലി എത്ര നാളുകൊണ്ടുള്ള തർക്കമാണ് നടക്കുന്നത്. ഇത് അവരുടേതാണ് ഇവരുടേതാണ്, ഇതിന് കൃത്യമായ രേഖയില്ല. ഈ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മളുമായിട്ട് പോയി ഒരു ഇന്റർനാഷണൽ ബോർഡർ അവർക്കില്ല, വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കി എല്ലാം LOC ആണ്, ലൈൻ ഓഫ് കൺട്രോൾ ആണ്. ഈ
ഇറാനുമായിട്ടുള്ളത് ലൈൻ ഓഫ് കൺട്രോൾ ഒരു നോമാൻ ബേ കണക്ക് ഒരു പ്ലേസ് ആണ്. ഇതിനകത്തൊരു കൃത്യതയില്ല എവിടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി അടിക്കുന്നത്. അത് മാത്രവുമല്ല, ബലൂജ് മേഖലയിൽ അടക്കം കിടക്കുന്ന ഇറാനിലെ ഗോത്രവർഗ്ഗങ്ങളാണ്. ഏതാണ്ട് 18ഓളം ഗോത്രവർഗ്ഗ മേഖല തന്നെയാണ് ഈ ബലൂചിസ്ഥാൻ. അതെല്ലാം ഇറാനിയന്റെ ആളുകൾ തന്നെയാണ്. അപ്പം അവർക്ക് പിന്തുണ കൊടുക്കേണ്ടത് ഇറാന്റെ ഒരു വലിയ കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് ഇറാൻ ഒരു ഷിയ രാജ്യം കൂടിയാണ്. അവരുടെ ഗോത്രങ്ങളാണ് അനുമതി കിടക്കുന്ന ബലൂചിസ്ഥാനിൽ കിടക്കുന്ന ഷിയ വിഭാഗത്തിന്റെ തന്നെ അവാന്തര വിഭാഗങ്ങളുടെ ഗോത്രങ്ങൾ കിടക്കുന്നത്. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ അഫ്ഗാനും ഇറാനും തമ്മിൽ നല്ല ടൈപ്പിലാണ് മുമ്പോട്ട് പോകുന്നത്. അഫ്ഗാനിസ്ഥാനും ലക്ഷ്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ തെഹരിക്കെ താലിബാൻ അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് പാകിസ്ഥാന്റെ ഭരണമാണ് തെഹരിക്കെ താലിബാന്റെ ലക്ഷ്യം. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ലക്ഷ്യം ബലൂചിസ്ഥാന്റെ ഭരണമാണ്. ഈ പഞ്ചാബ് സിന്ധ് പ്രവിശ്യ ഉള്ള ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ആഗ്രഹം സ്വതന്ത്ര പഞ്ചാബ് അല്ലെങ്കിൽ സ്വതന്ത്ര സിന്ധ് എന്നാണ് അവരുടെ ആഗ്രഹം. അങ്ങനെ ഇത് കഷ്ണമാക്കി ആകാൻ കാത്തിരിക്കുന്നവർ അവിടെ തന്നെ ഉണ്ട്. ഇന്ത്യ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കേണ്ടി വരില്ല. ഇതിനിടയിലാണ് ഗിൽജിത്തിലും പാകിസ്ഥാനും അവിടുത്തെ ജനം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ പ്രക്ഷോഭമായിട്ട് രംഗത്തെത്തിയത്. ഈ മുനീറിനെ മാറ്റണം, മുനീറിനെതിരെ വലിയ പ്രക്ഷോഭമായിട്ട് എത്തിയത്. അപ്പൊ ഏതായാലും ഇറാൻ മന്ത്രിയുടെ വരവിനകത്ത് എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇന്ത്യയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വരവ് നേരത്തെ ഫിക്സ് ചെയ്തിരുന്നതാണ്. പിന്നെ അദ്ദേഹം സംസാരിക്കുമായിരിക്കും, അത്രയേ ഉള്ളൂ. സമാധാനത്തിൽ പോകണം എന്ന് പറയും എന്നതിനെ കവിഞ്ഞ് അപ്പുറത്തേക്കൊന്നും സംഭവിക്കാനില്ല. ഏതായാലും അദ്ദേഹം ഈ തിങ്കളാഴ്ച ആണെന്ന് തോന്നുന്നു, ഇന്ന് ഈ പാകിസ്ഥാനിലെത്തും എന്നാണ് തോന്നുന്നത്. ഇന്ന് നാളെയൊക്കെ ആയിട്ടായിരിക്കും ഇന്ത്യയിലേക്ക് അദ്ദേഹം. നേരത്തെ തന്നെ ഉള്ള ഒരു കാര്യം തന്നെയാണത്. താങ്ക് യു വിജയേട്ടാ, താങ്ക് യു സോ മച്ച്.